ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണെന്നാണ് അവരവകാശപ്പെടാറുള്ളത്. ഞാനതിൽ തർക്കിക്കാനൊന്നുമില്ല. പക്ഷേ പ്രവൃത്തിയിൽ അത് കാണുന്നില്ല. അതാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ പാകിസ്ഥാനിലേക്ക് മിസൈൽ അയച്ചു. ഇറാൻ പറയുന്നത് അവരുടെ ജെയ്ഷ് അൽ അദിൽ അങ്ങനെ ഒരു ഭീകര സംഘടനയുണ്ട് പോലും ഇറാനിൽ. പക്ഷേ അവർ പോയി താമസിക്കുന്നത് പാകിസ്ഥാനിലാണ്. ഇറാനും പാകിസ്ഥാനും കോമൺ അതിർത്തിയുണ്ടല്ലോ. അപ്പോൾ ഈ അതിർത്തിയിൽ പോയിട്ട് ഒരല്പം ഉള്ളിലേക്ക് മാറിയിട്ട് അവിടെ ക്യാമ്പിട്ടിട്ട് അവിടെയാണ് ഇവർ താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇറാൻ അങ്ങോട്ട് മിസൈൽ അയച്ചു. 2 കുട്ടികൾ മരിച്ചു. വേറെ ആളപായമൊന്നുമില്ല. ഏതായാലും കുറച്ച് നാശനഷ്ടങ്ങൾ കെട്ടിടങ്ങൾക്കൊക്കെ ഉണ്ടാക്കി. പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങളുടെ എയർ സ്പേസ് വയലേറ്റ് ചെയ്തു ഇറാൻ, അതുകൊണ്ട് ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞത് മാത്രമല്ല, നേരം വെളുക്കെ മിന്നൽ പോലെ ഇവർ ഇറാനിൽ ആക്രമണം നടത്തി. പാകിസ്ഥാനും പറഞ്ഞു ഒരു 2 തീവ്രവാദി കേന്ദ്രങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, മറ്റത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്. ഈ 2 പേരാണ് അവിടെ ഉള്ളതെന്നും അതുകൊണ്ട് അവരുടെ നേർക്കാണ് ഞങ്ങൾ മിസൈൽ അയച്ചതെന്നും പ്രിസൈസ് അറ്റാക്കായിരുന്നു പാകിസ്ഥാൻ്റെ. സമ്മതിക്കണം കേട്ടോ. കൃത്യം 9 പേരെയാണ് അവർ കൊന്നത്. ഇപ്പോൾ ഇവർ 2 പേരും പരസ്പരം ആരോപിക്കുന്നത് ഞങ്ങളെ ഉപദ്രവിക്കുന്ന തീവ്രവാദി അവിടെ ഇരിക്കുന്നു, അവിടെ ഇരിക്കുന്നവരെ ഉപദ്രവിക്കുന്ന തീവ്രവാദി ഇവിടെ ഇരിക്കുന്നു. ഇതാണ് വഴക്ക്. ഇത് കൂടാതെ ഇറാൻ സിറിയയിലുള്ള തീവ്രവാദികളെ ആക്രമിച്ചെന്നും ലെബനനിലുള്ള തീവ്രവാദികളെ ആക്രമിച്ചെന്നും ഒക്കെ പരാതി നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് നമ്മളുടെ യമൻ, സൗദി അറേബ്യയുടെ തെക്ക് വശത്ത് വലിയ കടൽ തീരവുമൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് യമൻ, രാജ്യമാണ്. ആ യമൻ ഹൂത്തി എന്ന് പറയുന്നവരുടെ നിയന്ത്രണത്തിലാണ്. 90% ഏകദേശം അവരുടെ നിയന്ത്രണത്തിലാണ്. എന്നാൽ ഭരണം ഔദ്യോഗികമായിട്ട് വേറെ ഏതോ കക്ഷിക്കാണ്. അവർക്ക് വലിയ ശക്തിയൊന്നുമില്ല. ഹൂതികളാണ് ഇപ്പോൾ ചെങ്കടലിൽ കൂടെ പോകുന്ന കപ്പലുകളെല്ലാം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കളിച്ച് അമേരിക്കയുടെ കപ്പലിൻ്റെ നേർക്ക് അവർ മിസൈൽ അയച്ചു. ആ മിസൈൽ വെള്ളത്തിൽ വീണുപോയി. കപ്പലിനൊന്നും പറ്റിയില്ല. അമേരിക്ക പറഞ്ഞു ഞങ്ങളെ ചൊറിയരുത്, ഞങ്ങൾ ഭസ്മമാക്കി കളയും എന്നൊക്കെ പറഞ്ഞ് വിരട്ടി നിർത്തിയിരിക്കുകയാണ്. വാടാ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹൂതികളും നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കൻ കപ്പൽ രക്ഷിച്ചെടുത്തത് ഇന്ത്യൻ നേവിയാണ്. ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന, ഇന്ത്യൻ കപ്പലല്ല കേട്ടോ, ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കപ്പലിനെ ഇവരെ ആക്രമിക്കാൻ കുറച്ച് പേര് കൊള്ളക്കാർ അതിൽ കയറുകയും നമ്മളുടെ ഇന്ത്യൻ നേവി അവരെ തുരത്തുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ആകെക്കൂടെ അലമ്പായിട്ട് നിൽക്കുന്നു. ഇതിനിടയ്ക്കാണ് ലെബനനിലെ ഹിസ്ബുള്ള. ഈ ഹിസ്ബുള്ളക്കാർ അവരും ഒരു സ്വകാര്യ സൈന്യമാണ്. ഈ സൈന്യം ഇസ്രായേലിനെ ഇടയ്ക്കിടയ്ക്ക് ചൊറിയും, ഇസ്രായേൽ തിരിച്ചടിക്കും. അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. സിറിയ ഇടയ്ക്ക് ഇസ്രായേലിനെ ഒന്ന് ചൊറിയാൻ നോക്കി. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ എയർപോർട്ട് ഭസ്മമാക്കി കളഞ്ഞു ഇസ്രായേൽ. ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനും പാകിസ്ഥാനും തമ്മിൽ വഴക്ക്, ഇറാനും യമനും തമ്മിൽ കൂട്ടുകെട്ട്. എന്നാൽ യമനിലെ ഹൂത്തികൾക്ക് ആയുധം കൊടുക്കുന്നത് ഇറാനാണെന്ന് ഇറാൻ സമ്മതിക്കുന്നില്ല. ഇറാൻ ഇറാഖിലും കയറി ഒരു ചെറിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇറാഖ് യുദ്ധം 1988 നടന്നപ്പോൾ 50,000 പേരാണ് മരിച്ചത്. ഒടുവിൽ ലോകരാജ്യങ്ങളെല്ലാം കൂടെ അച്ചോ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണക്കിന് ആ യുദ്ധം അവസാനിപ്പിച്ചു. ഇറാഖ് തിരിച്ചടിച്ചിട്ടില്ല, പക്ഷേ ഏത് നിമിഷവും അവർ തിരിച്ചടിച്ചു എന്ന് വരും. ഇതാണ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത്. സൗദി അറേബ്യ ആണെങ്കിൽ യമനെ ഇടയ്ക്കിടയ്ക്ക് ആക്രമിച്ച് പഞ്ചറാക്കി നിർത്തിയിരിക്കുകയാണ്. അതിലൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔദ്യോഗിക സേനകൾ തമ്മിലടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്നത്. മറ്റെല്ലാം അനൗദ്യോഗിക സേനകളാണ്. ഹൂത്തി, ഹിസ്ബുള്ള, ഇവരൊക്കെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ഇതൊക്കെ അനൗദ്യോഗിക സേനകളാണ്. നിങ്ങൾ നോക്കുക, കേരളത്തിൽ ഭരണം പിണറായി വിജയനാണ്, പക്ഷേ എറണാകുളം ഭരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടാണ്, കോഴിക്കോട് ഭരിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയാണ്. ഇങ്ങനൊരു അവസ്ഥ വന്നൊന്ന് വയ്ക്കുക. നിയന്ത്രണം അവരുടെ കയ്യിലാണ്, പ്രാക്ടിക്കലി ഭരണം പിണറായി വിജയൻ്റെ കയ്യിൽ. ഇതുപോലത്തെ സംഭവങ്ങളാണ് ഈ യമനിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും
പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു ഗവൺമെൻറ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. പാകിസ്ഥാനിൽ ഒരു ഇടക്കാല പ്രധാനമന്ത്രിയുണ്ട്, കക്കർ. നിങ്ങളാരെങ്കിലും ആ പേര് കേട്ടിട്ടുണ്ടോ? ഇടക്കാല പ്രധാനമന്ത്രി അയാളാണ് കക്കർ. ഇതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. ഇപ്പം ഇവർക്ക് ഔദ്യോഗിക സൈന്യം എന്ന് പറയുന്നത് ഇല്ലാതാവുകയും ഈ പറഞ്ഞ തീവ്രവാദി ഗ്രൂപ്പുകൾ ആണ് രാജ്യത്തിൻ്റെ നിലപാട് തീരുമാനിക്കുകയും അവരാണെങ്കിൽ മുൻപിൻ നോക്കാതെ ആരെയുമില്ലാതെ ആക്രമിക്കുന്ന സ്വഭാവക്കാർ. ഈ രീതിയിലേക്കാണ് ഇസ്ലാമിൻ്റെ സമാധാനം വളർന്നിരിക്കുന്നത്. ലോകസമാധാനം ഉണ്ടാക്കും എന്ന് പറയുന്ന ഇസ്ലാം ലോകസമാധാനം കെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യമല്ലെങ്കിൽ മറ്റൊരു കാര്യം പറഞ്ഞിട്ട് കിടക്കപ്പുറുതിയില്ല. ഇപ്പോൾ കഷ്ടിച്ച് കിടക്കപ്പുറുതി ഉള്ള സ്ഥലങ്ങൾ ഇന്തോനേഷ്യ, മലേഷ്യ, ബംഗ്ലാദേശ്, അല്ലെങ്കിൽ സൗദി അറേബ്യ, UAE, ഒമാൻ ഇവരൊക്കെയാണ്. ഖത്തർ പ്രായണ ശാന്തമായിട്ടിരിക്കുന്നത് അമേരിക്കയുമായിട്ടൊരു കരാറുള്ളത് കൊണ്ടാണ്. അമേരിക്കയുടെ എയർബേസൊക്കെ ഖത്തറിലുണ്ട്. ഖത്തറിനെ സംരക്ഷിക്കുന്നത് അമേരിക്കയാണ്. പക്ഷേ ഖത്തർ ഈ പറഞ്ഞ ഹമാസിനും അവനും എല്ലാം കാശ് കൊടുത്ത് സഹായിക്കുന്നുണ്ട്. ഹമാസിൻ്റെ നേതാക്കൾ താമസിക്കുന്നതും ഖത്തറിലാണ്. ഇതെല്ലാം അമേരിക്കയ്ക്കോ മറ്റു നാട്ടുകാർക്കോ അറിയാൻ മേലാഞ്ഞിട്ടല്ല. ശരി, ഇരിക്കട്ടെ. ആ മുഴുവൻ പ്രദേശവും ഏകദേശം യുദ്ധത്തിൻ്റെ വക്കിലാണ്. എപ്പോഴും സമാധാനം എന്നുള്ളത് ഇല്ല. ഇപ്പോൾ ഇനി തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണോ? പെരുമാറ്റത്തിൽ, തത്വത്തിൽ എങ്ങനെയാണെന്നുള്ള തർക്കം നമുക്ക് പിന്നീട് നോക്കാം. പെരുമാറ്റത്തിൽ എങ്ങനെയാണ്? എനിക്ക് കേരളത്തിലെ മുസ്ലിങ്ങളോടാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നിങ്ങൾ പ്രായേണ ഹിന്ദുരാഷ്ട്രം എന്നറിയപ്പെടുന്ന ഭാരതത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് സമാധാനമായിട്ട് ജീവിക്കുന്നത്. ഭാരതം വിട്ടുകഴിഞ്ഞാൽ നിങ്ങളെ അവിടുത്തെ മുസ്ലിങ്ങൾ തല്ലിക്കൊല്ലും എന്നുള്ളതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ ഈ ഹമാസ് ഐക്യദാർഢ്യം, പാലസ്തീൻ ഐക്യദാർഢ്യം ഒക്കെ ഒന്ന് ശമിച്ചു ഇല്ലേ? ഏകദേശം മനസ്സിലായി എല്ലാവർക്കും ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇവന്മാരൊന്നും അത്ര നല്ല സെറ്റപ്പല്ല. മാത്രമല്ല, കേരളം എന്നൊരു സംസ്ഥാനമുണ്ടെന്നോ അവിടെ മുസ്ലിങ്ങളുണ്ടെന്നോ ഒന്നും പാലസ്തീന് നോട്ടമില്ല. എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് നമ്മളെ തിരിച്ചറിയാത്ത ആളിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? എന്തിനാണ്? പാണക്കാട് തങ്ങൾ ഗാസ സ്ട്രിപ്പിൽ പോയി കഴിഞ്ഞാൽ പട്ടി വിലയായിരിക്കില്ല. ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? അവർ വെടിവെച്ച് കൊന്നു, നീ ആരടാന്നൊക്കെ ചോദിച്ചിട്ട് തട്ടിക്കളഞ്ഞു എന്ന് വരും. ഇതാണ് ലോക യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാതെ വെറുതെ ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്, ഞങ്ങളെല്ലാം അങ്ങോട്ട് പരിഹരിക്കും എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഒരുപാട് വിഭാഗങ്ങളായിട്ടും കൊള്ളസംഘങ്ങളായിട്ടും വെടിവെപ്പ് കേന്ദ്രങ്ങളായിട്ടും തിരിഞ്ഞ് അന്യോന്യം യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് ലോക സമാധാന മതം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അത് ശ്രദ്ധിച്ച് ജീവിച്ചാൽ അവരവർക്ക് കൊള്ളാം. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.